വിശദമായ വാർത്തകളിലേക്ക്. ത്രിപുരയിൽ അധികാരമേൽക്കുന്നതിന് മുന്നേ സിപിഎമ്മിന് നേരെ വ്യാപക അക്രമവുമായി ബിജെപി IPFT സഖ്യം. പാർട്ടി ഓഫീസുകളും പ്രവർത്തകരുടെ വീടുകളും അടിച്ചു തകർത്തു. നൂറുകണക്കിന് പ്രവർത്തകർക്ക് പരിക്ക്. കൂടുതൽ വിവരങ്ങളുമായി അഭിറാം ചേരുകയാണ്. അഭിറാം, അധികാരത്തിലേറുന്നതിന് മുൻപ് തന്നെ അക്രമം അഴിച്ചുവിടുകയാണ് ബിജെപി ത്രിപുരയിൽ. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? പ്രിയ, തെരഞ്ഞെടുപ്പ് വിജയത്തിന് തൊട്ട് പിന്നാലെ വ്യാപകമായ അക്രമം ത്രിപുരയിൽ ബിജെപി അഴിച്ചുവിടുകയാണ്. CPM പ്രവർത്തകർക്കു നേരെയും ഓഫീസുകൾക്കു നേരെയും വ്യാപകമായ അക്രമം ബിജെപി അഴിച്ചുവിടുന്നു. സംസ്ഥാനത്ത് 100-ലധികം CPM പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പാർട്ടി ഓഫീസുകൾക്ക് നേരെ വ്യാപകമായ തരത്തിലുള്ള അക്രമമാണ് ഇപ്പോൾ അഴിച്ചുവിടുന്നത്. വർഗ ബഹുജന സംഘടനകളുടെ ഓഫീസുകൾക്ക് നേരെയും പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെയും വ്യാപകമായ അക്രമം BJP IPFT സഖ്യം അഴിച്ചുവിടുന്നു. സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തിയ BJP RSS പ്രവർത്തകരുടെ സഹായത്തോടെയാണ് BJP ഇപ്പോൾ അക്രമം അഴിച്ചുവിടുന്നത്. ഇവർക്ക് ആവശ്യമായ പണവും ആയുധങ്ങളുമെല്ലാം BJP സംസ്ഥാന നേതൃത്വം തന്നെയാണ് ഒരുക്കി കൊടുക്കുന്നത്. നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന വിവരമനുസരിച്ച് 100 കണക്കിന് പ്രവർത്തകർ ചികിത്സയിലാണ്. വ്യാപകമായ അക്രമം, വീടുകൾക്ക് നേരെ തീവെപ്പ്, ഓഫീസുകൾക്ക് നേരെ തീവെപ്പ്, ഇലക്ഷനുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രചരണ ബോർഡുകൾ വ്യാപകമായി ആക്രമിക്കപ്പെടുന്നു. ഇന്നലെ വിജയാഹ്ലാദത്തിന് പിന്നാലെ തന്നെ വ്യാപകമായ അക്രമം തുടങ്ങിയിരുന്നു. ഇപ്പോഴും അക്രമങ്ങൾ തുടരുകയാണ്. ഗുരുതരമായ പരിക്കേറ്റ് പലരും ചികിത്സയിലാണ്. BJPയിൽ നിന്നും അക്രമമല്ലാതെ വേറൊന്നും പ്രതീക്ഷിക്കാനില്ലെന്നും ഈ അക്രമത്തെ ജനങ്ങളെ മുൻനിർത്തി ചെറുക്കുമെന്നാണ് ഇപ്പോൾ CPIM പറഞ്ഞിരിക്കുന്നത്. വ്യാപകമായ ഈ അക്രമത്തെ ചെറുക്കാൻ വേണ്ടി CPM മുന്നിട്ടിറങ്ങുമെന്നും ജനങ്ങളെ നിർത്തിക്കൊണ്ട് ഈ അക്രമങ്ങൾ തടയുമെന്ന് CPM പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നു. അഭിറാം, അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ് BJP. ഈ ഒരു സാഹചര്യത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ത്രിപുര എന്ന സംസ്ഥാനത്തിന്റെ അവസ്ഥ എന്താകും? തീർച്ചയായും വിഘടനവാദികളടക്കം IPFT അടക്കം കൂട്ടുപിടിച്ചാണ് ത്രിപുരയിൽ BJP അധികാരത്തിലേറാൻ പോകുന്നത്. ഇലക്ഷന് മുന്നേ തന്നെ ഇത്തരം അക്രമങ്ങൾ BJP ആരംഭിച്ചിരുന്നു. ഇപ്പോൾ വിജയത്തിന് തൊട്ടു പിന്നാലെയുള്ള ഈ ആക്രമണങ്ങൾ വരും ദിവസങ്ങളിലും വ്യാപകമായ തരത്തിലുള്ള CPM പ്രവർത്തകർക്കെതിരെ നടക്കാൻ പോകുന്ന വ്യാപകമായ ആക്രമണത്തിൻ്റെ ഒരു മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. വ്യാപകമായ ആക്രമണം നടക്കാൻ പോകുന്നതിന് വേണം കരുതാൻ. ഇലക്ഷൻ വിജയിച്ചതിന് ശേഷം അധികാരത്തിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ തന്നെ ഇത്തരം വ്യാപകമായ അക്രമം അഴിച്ചുവിടുമ്പോൾ അധികാരത്തിലേറിയ ശേഷവും BJPയിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കാനാകില്ല. വ്യാപകമായ അക്രമം തന്നെ ഉണ്ടാകും. ഈ ആക്രമണങ്ങളെ കൃത്യമായി ചെറുത്തുതോൽപ്പിക്കണം എന്ന് തന്നെയാണ് CPM ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ജനങ്ങളെ മുൻനിർത്തി ഈ ആക്രമണങ്ങളെ ചെറുത്തുതോൽപ്പിക്കുമെന്നും CPM പറഞ്ഞിരിക്കുന്നു. ത്രിപുരയിൽ അധികാരമേൽക്കുന്നതിന് മുൻപ് തന്നെ CPMന് നേരെ വ്യാപക അക്രമവുമായി BJP IPFT സഖ്യം. പാർട്ടി ഓഫീസുകളും പ്രവർത്തകരുടെ വീടുകളും അടിച്ചു തകർത്തു. വിവരങ്ങളാണ് അഭിറാം നൽകിയത്. മേഘാലയയിൽ സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഗവർണറെ കണ്ടു. മേഘാലയയിൽ 2 സീറ്റ് മാത്രം നേടാനായ BJP മറ്റു പാർട്ടികളെ സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കാനുള്ള തിരക്കിട്ട നീക്കത്തിലാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ മന്ത്രിസഭ രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ BJP ശക്തമാക്കി. BJP ഭരണം നേടിയ ത്രിപുരയിൽ ബിപ്ലാബ് കുമാർ ദേവ് മുഖ്യമന്ത്രിയാകും. നാഗാലാൻഡിലും മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ ആരംഭിച്ചു. മേഘാലയയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ കഴിഞ്ഞെങ്കിലും കോൺഗ്രസിന് കേവല ഭൂരിപക്ഷത്തിലേക്കെത്താൻ കഴിഞ്ഞിട്ടില്ല. 21 സീറ്റ് മാത്രമാണ് കോൺഗ്രസ് നേടിയത്. എന്നാൽ വ്യക്തമായ ഭൂരിപക്ഷമുണ്ടെന്നും സർക്കാർ രൂപീകരിക്കാൻ എത്രയും പെട്ടെന്ന് ക്ഷണിക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ ഗവർണറെ കണ്ടു. മേഘാലയ സംസ്ഥാന അധ്യക്ഷൻ വിൻസെന്റ് പാല, CP ജോഷി എന്നിവരാണ് മേഘാലയ ഗവർണറെ കണ്ടത്. മറ്റു പാർട്ടികളുമായി സഖ്യമുണ്ടാക്കാൻ മുതിർന്ന നേതാക്കളായ അഹമ്മദ് പട്ടേലും കമൽനാഥും ഷില്ലോങ്ങിൽ നീക്കങ്ങളും നടത്തുന്നു. എന്നാൽ ഒറ്റയ്ക്ക് മത്സരിച്ച സീറ്റുകളിൽ 2 സീറ്റ് മാത്രം ലഭിച്ച BJPയും മേഘാലയയിൽ സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമത്തിലാണ്. മറ്റു പാർട്ടികളെ സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കാനാണ് BJP ശ്രമം. അതിനായി കേന്ദ്ര നിരീക്ഷകരായ അൽഫോൺസ് കണ്ണന്താനം, കിരൺ റിജിജു എന്നിവർ മേഘാലയയിലെത്തി. BJP ഭരണം ഉറപ്പിച്ച ത്രിപുരയിൽ എത്രയും പെട്ടെന്ന് മന്ത്രിസഭ രൂപീകരിക്കാനാണ് തീരുമാനം. മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച് കേന്ദ്ര നിരീക്ഷകരായ നിതിൻ ഗഡ്കരിയുടെയും ജുവൽ ഓറത്തിന്റെ നേതൃത്വത്തിൽ പ്രാദേശിക നേതൃത്വവുമായി ചർച്ച നടത്തും. BJP സംസ്ഥാന അധ്യക്ഷനായ ബിപ്ലാബ് കുമാർ ദേവ് മുഖ്യമന്ത്രിയാകാനാണ് സാധ്യത. നാളെ ത്രിപുരയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും. നാഗാലാൻഡിൽ BJP NDPP സഖ്യത്തിന് 30 സീറ്റുകൾ മാത്രമാണ് നേടാനായതെങ്കിലും സ്വതന്ത്രരെ കൂട്ടുപിടിച്ച് ഇവിടെയും BJP അധികാരത്തിലെത്തും. നെഫ്യൂ റിയോ തന്നെയാകും നാഗാലാൻഡിൽ മുഖ്യമന്ത്രിയാകുക. മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച് BJP നേതാക്കളായ JP നദ്ദ, അരുൺ സിംഗ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ചർച്ചകൾ. ന്യൂസ് ബ്യൂറോ, ദില്ലി. ത്രിപുരയിലെ നേട്ടം കേരളത്തിന് BJP ഉണ്ടാക്കാനാവില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. കേരളത്തിൽ BJPക്ക് ഇച്ഛാശക്തിയുള്ള നേതൃത്വമില്ല. അടിസ്ഥാന വർഗങ്ങളിൽ നിന്ന് മാറിയതാണ് ത്രിപുരയിൽ ഇടതിന് പ്രതികൂലമായതെന്നും അത് കേരളത്തിൽ ഉണ്ടാകാതെ നോക്കിയാൽ തുടർഭരണം ഉണ്ടാകുമെന്നും വെള്ളാപ്പള്ളി നടേശൻ കൊച്ചിയിൽ പ്രതികരിച്ചു. അതുപോലെ പിടിച്ചെടുക്കാൻ 10ഓ 20ഓ പോയിട്ട് 5 സീറ്റ് പോലും കേരളത്തിൽ പിടിച്ചെടുക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല.
പ്രത്യേകിച്ചും വേറൊരു കാര്യമുണ്ട്, കേരളത്തിലെ ജനങ്ങൾ വളരെ പ്രബുദ്ധരും അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിൽ അടിയുറച്ച് നിൽക്കുന്നവരുമാണ്. കേരളത്തിലേക്ക് കൊണ്ടുവന്ന് നടപ്പിലാക്കുവാൻ അത്തരം പ്രാപ്തരായ പ്രഗത്ഭരായ BJP നേതൃത്വങ്ങളൊന്നും കേരളത്തിലില്ല. കാരണം കേരളത്തിൽ ഇതൊരു പോക്കറ്റ് സംഘടനയായിട്ട് കൊണ്ടു നടക്കുകയാണ്. അവർക്ക് ഇച്ഛാശക്തിയോടുകൂടി ഇതിനെ വളർത്തുവാനോ അതിനെ ഉയർത്തുവാനോ ഇന്നുള്ള BJP നേതൃത്വത്തിന് കേരളത്തിൽ എന്തുമാത്രം സാധിക്കുമെന്നുള്ളത് എനിക്ക് നല്ല വിശ്വാസം പോരാ. NDA എന്ന് പറഞ്ഞൊരു സംവിധാനം ഇവിടെ ഇല്ല. അന്ന് തുടങ്ങി അന്ന് മരിച്ചു. കാനം രാജേന്ദ്രൻ CPI സംസ്ഥാന സെക്രട്ടറിയായി തുടരും. CPI സംസ്ഥാന കൌൺസിലിന്റേതാണ് തീരുമാനം. 17 പുതിയ അംഗങ്ങളെ ഉൾപ്പെടുത്തി കൌൺസിലിൽ വൻ അഴിച്ചുപണി. അതേസമയം CPI സംസ്ഥാന നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് K. ഇസ്മായിൽ രംഗത്ത്. പാർട്ടിയെ ദുരുപയോഗം ചെയ്യുന്നവരെ പാർട്ടി തിരിച്ചറിയുമെന്നും കൺട്രോൾ കമ്മീഷൻ റിപ്പോർട്ട് സ്വീകരിക്കാതിരുന്ന പ്രവർത്തകർക്ക് നന്ദിയെന്നും ഇസ്മായിൽ പറഞ്ഞു. അതേസമയം തന്റേത് വ്യക്തിപരമായ അഭിപ്രായമല്ല, പാർട്ടി നിലപാടെന്ന് കാനം ഇസ്മായിലിന് മറുപടി നൽകി. കൂടുതൽ വിവരങ്ങളുമായി സ്വാലി ചേരുകയാണ്. സ്വാലി, CPI സംസ്ഥാന സെക്രട്ടറിയായി വീണ്ടും കാനം രാജേന്ദ്രൻ തെരഞ്ഞെടുക്കപ്പെട്ടു ാണ്. അതുപോലെ പുതിയ സംസ്ഥാന കമ്മിറ്റിയിൽ ആരൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നു, ആരെയൊക്കെ മാറ്റിയിരിക്കുന്നു? വിശദമായ വിവരം. പ്രിയ, വിഭാഗീയത ചൂടുപിടിച്ച CPI സംസ്ഥാന സമ്മേളനം കാനം രാജേന്ദ്രൻ തന്നെ സെക്രട്ടറി സ്ഥാനത്ത് തുടരണമെന്ന തീരുമാനത്തിലാണ് എത്തിയത്. ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡിയാണ് കാനം രാജേന്ദ്രന്റെ പേര് നിർദ്ദേശിച്ചത്. ഐക്യകണ്ഠേനയാണ് തന്നെ തെരഞ്ഞെടുത്തതെന്നാണ് കാനം രാജേന്ദ്രൻ വ്യക്തമാക്കിയത്. ഇസ്മായിൽ പക്ഷം മത്സരിക്കാനില്ലെന്ന് അറിയിച്ചതോടെ പ്രഖ്യാപനമാവുകയും ചെയ്തു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ കാനം രാജേന്ദ്രൻ 2ാം തവണയാണ് CPIയുടെ അമരത്വമെത്തുന്നത്. 1982 മുതൽ 91 വരെ അദ്ദേഹം നിയമസഭാംഗമായിരുന്നു. AIYFന്റെ സംസ്ഥാന സെക്രട്ടറിയായും AITUCയുടെ സംസ്ഥാന പ്രസിഡന്റായും CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗമായുമെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട്. വിശാലമായ ഒരു ഇടതു ഐക്യം കെട്ടിപ്പടുക്കാനുള്ള ചുമതലയാണ് പാർട്ടി തന്നെ ഏൽപ്പിച്ചിരിക്കുന്നതെന്നും അതിനായി ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കുമെന്നും കാനം രാജേന്ദ്രൻ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തതിന് ശേഷം വ്യക്തമാക്കുകയും ചെയ്തു. 17 പുതുമുഖങ്ങളാണ് 96 അംഗ സംസ്ഥാന കൗൺസിൽ തെരഞ്ഞെടുത്തിരിക്കുന്നത്. കാനം രാജേന്ദ്രന്റെ വിശ്വസ്തനായ വാഴൂർ സോമൻ ഉൾപ്പെടെയുള്ളവർക്ക് ചുമതലകൾ നഷ്ടമായി. വിവാദമുയർത്തിയ 9 അംഗ കൺട്രോൾ കമ്മീഷനിൽ നിന്ന് 6 പേരെയും ഇത്തവണ മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെയാണ് K. ഇസ്മായിലിനെ അവസാന ഘട്ടത്തിൽ അനുനയിപ്പിച്ചത്. ആരോപണങ്ങളുടെ ഒരു കെട്ടായി മാറിയ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞ പ്രതിനിധികൾക്ക് നന്ദി പറഞ്ഞാണ് ഇസ്മായിൽ അഭിവാദ്യ പ്രസംഗം നടത്തി വേദിയിൽ നിന്ന് ഇറങ്ങിയത്. വിജിമോൾ ഉൾപ്പെടെയുള്ളവരെ വീണ്ടും കൗൺസിലിൽ ഉൾപ്പെടുത്താൻ CPIക്ക് കഴിഞ്ഞു. ഔദ്യോഗിക പക്ഷത്തിനായി 30% വനിതാ പ്രാതിനിധ്യം പുതുതായി തെരഞ്ഞെടുത്ത സംസ്ഥാന കൗൺസിലുണ്ട്. പുതുതായി കൗൺസിലിൽ വന്നവർ തിരുവനന്തപുരത്ത് നിന്ന് പള്ളിച്ചൽ വിജയൻ, മനോജ് ഇടമന, മീനങ്കൽ കുമാർ എന്നിവരാണ്. ഇടുക്കിയിൽ നിന്ന് ES ബിജിമോളും, കണ്ണൂരിൽ നിന്ന് CP ഷൈജനും, പാലക്കാട് നിന്ന് മല്ലികയും, എറണാകുളത്ത് നിന്ന് MP നിക്സൺ, ബാബു പോൾ, സത്യനേശൻ, ആലപ്പുഴയിൽ നിന്ന് ദീപ്തി, M രവീന്ദ്രൻ തുടങ്ങിയവരും പുതുതായി വന്ന കൗൺസിലുണ്ട്. കൊല്ലത്ത് നിന്ന് R രാജേന്ദ്രൻ, R വിജയകുമാർ, G ലാലു എന്നിവരും വേണുഗോപാൽ എന്നിവരും പുതിയ കമ്മിറ്റിയിലുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് ഗോപിനാഥനും കോഴിക്കോട്ട് നിന്ന് R ശശിയുമാണ് പുതിയ കൗൺസിൽ അംഗങ്ങൾ. പാർട്ടിയെ ദുരുപയോഗപ്പെടുത്തുന്നവർക്കെതിരെ ഔദ്യോഗിക പക്ഷം ദുരുപയോഗപ്പെടുത്തുന്നുവെന്ന് വ്യംഗ്യമായി അഭിവാദ്യ പ്രസംഗത്തിൽ പറഞ്ഞ K. ഇസ്മായിലിനെ അനുനയിപ്പിക്കാൻ അവസാന ഘട്ടത്തിൽ കാനം രാജേന്ദ്രന്റെ വളരെ അടുത്ത പലരെയും ഒഴിവാക്കേണ്ട സാഹചര്യം ഉണ്ടായി, ഔദ്യോഗിക പക്ഷത്തിനുണ്ടായി. ഏതായാലും സമ്മേളനം അവസാനിച്ചിരിക്കുന്നു. ഇനി റെഡ് വോളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനവും മാത്രമാണ് അവശേഷിച്ചത്. ഏപ്രിൽ അവസാന വാരത്തിൽ കൊല്ലത്ത് വെച്ചാണ് CPIയുടെ 23ാം പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. പ്രിയ, കാനം രാജേന്ദ്രൻ CPI സംസ്ഥാന സെക്രട്ടറിയായി തുടരും. CPI സംസ്ഥാന കൌൺസിലിന്റേതാണ് തീരുമാനം. 17 പുതിയ അംഗങ്ങളെ ഉൾപ്പെടുത്തി കൌൺസിലിൽ വൻ അഴിച്ചുപണി. വിവരങ്ങളാണ് സ്വാലിഹ് നൽകിയത്. തനിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ പോയത് സാധാരണ മെഡിക്കൽ പരിശോധനയ്ക്കായാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. തന്റെ മരണം ആഗ്രഹിക്കുന്ന ചില മാധ്യമ പ്രവർത്തകരാണ് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചതെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ദേഹാസ്വസ്ഥ്യവും രക്തത്തിലെ കൗണ്ട് കുറഞ്ഞതിനെയും തുടർന്ന് മുഖ്യമന്ത്രിയെ ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും വാർത്തകൾ പ്രചരിച്ചിരുന്നു. നിങ്ങളെ കൂട്ടത്തിലൊരാള് ഒരു കുറച്ച് മുമ്പാണ്, ഇപ്പോൾ
ഇപ്പം ഈ അടുത്ത ആഴ്ചയൊന്നുമല്ല, തിരുവനന്തപുരത്ത് AK സെൻ്ററിൻ്റെ മുമ്പിൽ നിങ്ങളിങ്ങനെ ഇരിക്കുമല്ലോ. അപ്പോൾ ഒരാൾ, ഞാൻ ആ സമയത്ത് AK സെൻ്ററിലേക്ക് വരികയാണ്. അപ്പോൾ ആ വിദ്വാൻ അടുത്തുള്ള സുഹൃത്തുക്കളോട് പറയുകയാണ്, എത്രയാൾ വാഹനം ഇടിച്ച് മരണപ്പെടുന്നു, ഇവൻ മരിക്കുന്നുമില്ലാതെ. അങ്ങനെ ചില വികാരക്കാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ആ വികാരക്കാർ ചമച്ചൊരു വാർത്തയാണ് വന്നത്. എന്താ എന്തെന്ന് പരിശോധിക്കാൻ പോയി എന്നാ പറഞ്ഞേ? പ്ലേറ്റ്ലേറ്റോ? കൗണ്ട് കുറഞ്ഞു പോയി കേട്ടാ. അതെല്ലാം അങ്ങനെയുള്ള ആളുകളുടെ ആഗ്രഹങ്ങളാണ്. അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം ഒരു മനുഷ്യരൊന്നും സംഭവിക്കില്ല. ഇത് സാധാരണയുള്ളൊരു ചെക്കപ്പാണ്. 10-15 വർഷമായിട്ട് ഞാൻ നടത്തുന്നുണ്ട്. അത് ഇപ്പോൾ നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. മറ്റ് യാതൊരു പ്രശ്നവും ഇപ്പോൾ എൻ്റെ ആരോഗ്യത്തിന് വന്നിട്ടില്ല. ചിലർ ആഗ്രഹിക്കുന്നുണ്ടാവും, ഒന്നും വന്നിട്ടില്ല. ദേഹാസ്വസ്ഥ്യവും രക്തത്തിലെ കൗണ്ട് കുറഞ്ഞതിനെയും തുടർന്ന് മുഖ്യമന്ത്രിയെ ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും വ്യാപകമായി വാർത്തകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ പതിവ് മെഡിക്കൽ പരിശോധനയ്ക്ക് ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ എത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉച്ചയോടെ കേരള ഹൗസിലേക്ക് പോവുകയും ചെയ്തു. ഇക്കാര്യം സംബന്ധിച്ച ആശുപത്രി അധികൃതർ മെഡിക്കൽ ബുള്ളറ്റിനും പുറത്തിറക്കിയിരുന്നു. മുഖ്യമന്ത്രിയെയും ഭാര്യയെയും നടൻ കമലഹാസൻ കാണാനെത്തിയതും ചിത്രങ്ങൾ സഹിതം മാധ്യമങ്ങളിൽ വാർത്തയുമായി. അതേസമയം മുഖ്യമന്ത്രിയുടെ ഓഫീസ് കാര്യങ്ങളെല്ലാം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇന്ത്യയിൽ ഇടതുപക്ഷം ഇല്ലാതായാൽ അത് ദുരന്തമായിരിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ്. പക്ഷേ മാറുന്ന കാലത്തിനനുസരിച്ച് ഇടതുപക്ഷത്തിന്റെ ചിന്താഗതിയിൽ മാറ്റം വരേണ്ടതുണ്ട്. ഇതിന് ഇടതുപക്ഷം തയ്യാറാകണം. ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി നഷ്ടപ്പെടുകയില്ലെന്നും ജയറാം രമേശ് പറഞ്ഞു. The left has to be strong in India. Let's be very clear about it. The demise of the left is a disaster for India. We are going to fight the left. We are political rivals. But I am the first to say that India cannot afford the demise of the left. But the left also has to change its mind. They also have to learn. They have to learn. People's aspirations are changing. Society is changing. And all of us have to learn. And I think the left is also part of it. Anyway, that was between Thomas Isaac and me. സംസ്ഥാനത്ത് പുതിയ ബാറുകൾ തുറക്കില്ലെന്നും സുപ്രീംകോടതി വിധി അനുസരിച്ച് പൂട്ടിയ ബാറുകൾ തുറക്കുന്നത് പരിഗണിക്കുമെന്നും മന്ത്രി ടി പി രാമകൃഷ്ണൻ. ചേർത്തല ആശുപത്രിയിലെ പ്രശ്നം അവിടെ തന്നെ തീർക്കണമെന്നും നഴ്സുമാരുടെ മിനിമം വേതനം നിശ്ചയിക്കുന്നതിനുള്ള തീരുമാനം അന്തിമഘട്ടത്തിലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേരത്തെ നടന്നിരുന്ന ബാറുകളാണ് നേരത്തെ നടന്നിരുന്ന കള്ളുഷാപ്പുകൾ. അത് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അടച്ചിടേണ്ടി വന്നു. അതിന്റെ കാര്യത്തിലാണ് ഗവൺമെന്റ് തീരുമാനിക്കാൻ പോകുന്നത്. അപ്പോൾ സുപ്രീം കോടതി വിധി സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. INX മീഡിയ കേസിൽ കാർത്തി ചിദംബരത്തെ കൂടുതൽ തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനുമായി CBI മുംബൈയിലെത്തിച്ചു. നേരത്തെ അറസ്റ്റിലായ കാർത്തി ചിദംബരത്തെ കോടതി 5 ദിവസത്തേക്ക് കൂടി CBI കസ്റ്റഡിയിൽ വിട്ടിരുന്നു. മാർച്ച് 6-ന് കാർത്തിയെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും. വിദേശ നിക്ഷേപം സ്വീകരിക്കാനായി INX മീഡിയ ടെലിവിഷൻ കമ്പനിക്ക് വിദേശ നിക്ഷേപ പ്രോത്സാഹന ബോർഡിന്റെ അനുമതി ലഭ്യമാക്കിയതിലൂടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളിൽ നിന്ന് 3.5 കോടി രൂപ കോഴ വാങ്ങിയെന്നാണ് കേസ്. ആലപ്പുഴ പുന്നമട ലേക്ക് റിസോർട്ട് കൈവശം വെച്ചിരിക്കുന്നത് 1 ഏക്കറോളം വരുന്ന സർക്കാർ ഭൂമി. 2006 മുതൽ ഇതിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഉത്തരവുകൾ നൽകിയെങ്കിലും ഉന്നത സ്വാധീനം ഉപയോഗിച്ച് നടപടികൾ ഇല്ലാതാക്കി. വേമ്പനാട് കായലിനോട് ചേർന്ന് കിടക്കുന്ന കോടികൾ വിലമതിക്കുന്ന സർക്കാർ ഭൂമിയാണ് ആലപ്പുഴ ഭീമ പുന്നമട റിസോർട്ട് കയ്യേറ്റം ചെയ്തിരിക്കുന്നത്. കയ്യേറ്റത്തിന്റെ രേഖകൾ പീപ്പിൾ ടിവിക്ക്. ആര്യാട് തെക്ക് വില്ലേജിൽ ഉൾപ്പെട്ട 125 നമ്പർ ബ്ലോക്കിലെ സർവേ നമ്പർ 4, 7, 18, 26, 21, 22 നമ്പറുകളിൽപ്പെട്ട വസ്തുക്കളും കോമളപുരം വില്ലേജിൽ ഉൾപ്പെട്ട സർവേ നമ്പർ 465/6 സർക്കാർ ഭൂമിയുമാണ് കയ്യേറിയിരിക്കുന്നത്. കഴിഞ്ഞ 11 വർഷം മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് റവന്യൂ വിഭാഗം നോട്ടീസ് നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല. 8 ഏക്കറിലാണ് പുന്നമട റിസോർട്ട് നിലനിൽക്കുന്നത്. ഇതിൽ 70 സെന്റിലധികം കയ്യേറിയിരിക്കുന്നുവെന്നാണ് അന്ന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. റിസോർട്ടിന്റെ മുൻഭാഗത്ത് കാണുന്ന വേമ്പനാട് കായലിനോട് ചേർന്നുള്ള 6 മീറ്റർ വീതിയിലുള്ള വസ്തുവാണ് കയ്യേറിയിരിക്കുന്നത്. എന്നാൽ ഉന്നത ഇടപെടലിനെ തുടർന്ന് അന്ന് റവന്യൂ നടപടികൾ നിർത്തിവെച്ചു. കായൽ കയ്യേറ്റം, തണ്ണീർത്തട നിയമലംഘനം എന്നീ നിരവധി കുറ്റങ്ങൾ ചുമത്തിയാണ് ഉടമയ്ക്കെതിരെ റവന്യൂ വകുപ്പ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. 2 കോടിയിലധികം രൂപ വില വരുന്ന 60 സെന്റിലധികം സർക്കാർ ഭൂമിയാണ് പുന്നമട
ലേക്ക് റിസോർട്ട് കയ്യേറിയിരിക്കുന്നതെന്നുള്ളതാണ് റവന്യൂ വിഭാഗത്തിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. ക്യാമറാമാൻ ഇമ്മാനുവൽ ഫ്രാൻസിസിനൊപ്പം ഷാജഹാൻ. തമിഴ്നാട് സ്വദേശി മുരുകൻ ചികിത്സ കിട്ടാതെ മരിച്ച സംഭവത്തിൽ ഡോക്ടർമാർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് റിപ്പോർട്ട്. ആരോഗ്യവകുപ്പ് നിയോഗിച്ച പ്രത്യേക സംഘത്തിന്റേതാണ് റിപ്പോർട്ട്. ആലപ്പുഴ പാതിരപ്പള്ളിയിലെ ജനകീയ ഭക്ഷണശാല ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് തന്നെ ഉദ്ഘാടന ദിനം വിളമ്പുകാരനായി എത്തി. വിശപ്പുരഹിത പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഭക്ഷണശാല തുടങ്ങിയത്. ക്യാഷ്യർ ഇല്ലാത്ത കൗണ്ടറിൽ ഭക്ഷണം കഴിഞ്ഞ് മനസാക്ഷിക്ക് അനുസരിച്ചാണ് പണം നൽകേണ്ടത്. വിശപ്പ് രഹിത മാരാരിക്കുളം പദ്ധതിയുടെ ഭാഗമായി സ്നേഹജാലകത്തിന്റെ ജനകീയ ഭക്ഷണശാലയുടെ വിളമ്പുകാരനായിട്ടായിരുന്നു ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഇന്നലെ എത്തിയത്. രാഷ്ട്രീയ പ്രമുഖരും സാമൂഹിക പ്രവർത്തകരും അടക്കമുള്ളവർ ഒരുമിച്ചിരുന്നാണ് ഉദ്ഘാടനം നടത്തിയത്. 2000-ഓളം വരുന്ന ആളുകളാണ് ആദ്യ ദിവസം ഭക്ഷണം കഴിക്കാനെത്തിയത്. ചേമ്പിൻഡാൻ കറിയും കാളനും കടുകുമാങ്ങ അച്ചാറും പാത്രങ്ങളിൽ ആദ്യം വിളമ്പി. രണ്ടാം വട്ടം സാമ്പാറും മീൻകറിയും തോരനും പിന്നെ ചോറുമെത്തി. സ്നേഹജാലകം കൺവീനർ ടി.കെ. ബിനിമോൻ ഭക്ഷണശാലയിൽ എത്തിയവരെ സ്വാഗതം ചെയ്തു. ജില്ലയ്ക്ക് പുറത്തുനിന്നടക്കം 1000-ലധികം പേരാണ് വിശപ്പ് രഹിത മാരാരിക്കുളം പദ്ധതിയുടെ ഭാഗമായി ജനകീയ ഭക്ഷണശാല കാണാനും ഭക്ഷണം കഴിക്കാനും ഇന്നലെ പാതിരാപ്പള്ളിയിലെ ജനകീയ ഭക്ഷണശാലയിൽ എത്തിയത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. വേനൽ കടുത്തതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നു. 109 അടിയിലേക്ക് താഴ്ന്നാൽ തേക്കടി തടാകത്തിലെ ബോട്ടിംഗ് നിർത്തിവച്ചേക്കും. 113.4 അടിയാണ് ഇപ്പോൾ ജലനിരപ്പ്. വേനൽ ശക്തി പ്രാപിച്ചതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് ക്രമാതീതമായി കുറയുകയാണ്. സെക്കൻഡിൽ ഒരടിയിൽ താഴെ വെള്ളം മാത്രമാണ് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. കുടിവെള്ളത്തിനായി സെക്കൻഡിൽ 100 ഘനയടി വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട്. അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശം ഉൾപ്പെടുന്ന പെരിയാർ കടുവ സങ്കേതത്തിലും കുമിളിയിലും കഴിഞ്ഞ ദിവസങ്ങളിൽ 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ചൂട് അനുഭവപ്പെടുന്നത്. വേനൽ കടുത്തതോടെ ബാഷ്പീകരണം കൂടിയതും ജലനിരപ്പ് കുറയാൻ കാരണമായി. ഇപ്പോൾ ജലനിരപ്പ് 113.4 അടിയിലെത്തി. വരും ദിവസങ്ങളിൽ മഴ ലഭിച്ചില്ലെങ്കിൽ ജലനിരപ്പ് ഇനിയും കുറയും. 109 അടിക്ക് താഴെ ജലനിരപ്പെത്തിയാൽ തേക്കടി തടാകത്തിലെ ബോട്ടിംഗ് നിർത്തിവെക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം ജലനിരപ്പ് കുറഞ്ഞതിനെ തുടർന്ന് ബോട്ടിംഗ് നിർത്തിയതുവഴി വൻ നഷ്ടമാണ് വനം വകുപ്പിനും KTDCക്കും ഉണ്ടായത്. മുൻകാലങ്ങളിൽ ജലനിരപ്പ് കുറയുമ്പോൾ തടാകത്തിന്റെ 1 കിലോമീറ്റർ ഉള്ളിലായി താൽക്കാലിക ബോട്ട് ജെട്ടി നിർമ്മിച്ച് നിയന്ത്രണത്തോടെ ബോട്ട് സർവീസ് നടത്താറുണ്ട്. എന്നാൽ ഇത്തവണ താൽക്കാലിക ബോട്ട് ജെട്ടി നിർമ്മിക്കുന്നതിന് വനം വകുപ്പ് അനുമതി നൽകിയിട്ടില്ല. സമീർ വഴങ്ങോട്, ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ കമലഹാസൻ സന്ദർശിച്ചു. ചെന്നൈ ഗസ്റ്റ് ഹൌസിലാണ് കൂടിക്കാഴ്ച നടന്നത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് പിണറായി വിജയൻ ഗസ്റ്റ് ഹൌസിൽ എത്തിയത്. പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപന ചടങ്ങിൽ മുഖ്യമന്ത്രി ആശംസ അറിയിച്ചതിന് കമലഹാസൻ നന്ദി രേഖപ്പെടുത്തി. 90ാമത് ഓസ്കാർ പുരസ്കാര പ്രഖ്യാപനം നാളെ. മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരത്തിനായി 9 സിനിമകളാണ് പട്ടികയിലുള്ളത്. ഗിലർമോ ദെൽ ടോറോയുടെ ചിത്രം ദ ഷേപ്പ് ഓഫ് വാട്ടറാണ് 12 നാമനിർദ്ദേശങ്ങളുമായി മുന്നിട്ട് നിൽക്കുന്നത്. ബോളിവുഡിനെ പിടിച്ചുകുലുക്കിയ ലൈംഗികാപവാദ പശ്ചാത്തലത്തിലാണ് 90ാമത് ഓസ്കാർ പുരസ്കാര പ്രഖ്യാപനം നടക്കുന്നത്. നിർമ്മാതാവ് ഹാർവി വിൻസ്റ്റീനെതിരെയുള്ള ലൈംഗികാപവാദത്തിനെതിരെ ലോകമെമ്പാടു നിന്നും സിനിമാ ലോകത്തിന്റെ പ്രതിഷേധം മീറ്റു ക്യാമ്പയിനിലൂടെ ശക്തമായി ഉയർന്നപ്പോൾ പല പുരസ്കാര വേദിയിലും അതിന്റെ പ്രതിഫലനം പ്രകടമായിരുന്നു. ചടങ്ങ് ബഹിഷ്കരിച്ചും കറുത്ത വസ്ത്രം ധരിച്ച് വേദിയിലെത്തിയുമായിരുന്നു പ്രതിഷേധം. അതേ രീതിയിലുള്ള പ്രതിഷേധം ഓസ്കാർ പുരസ്കാര വേദിയിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചന. മികച്ച സിനിമാ പുരസ്കാരത്തിനായി രംഗത്തുള്ളത് 9 ചിത്രങ്ങളാണ്. മെക്സിക്കൻ സംവിധായകനായ ഗില്ലർമോ ദെൽ ടോറോയുടെ പ്രണയകഥ ദ ഷേപ്പ് ഓഫ് വാട്ടറാണ് 12 നാമനിർദ്ദേശങ്ങളുമായി മുന്നിട്ട് നിൽക്കുന്നത്. മാർട്ടിൻ മക്ഡോനായുടെ ആക്ഷേപഹാസ്യ പ്രധാനമായ 3 ബിൽബോർഡ്സ് ഔട്ട്സൈഡ് എബ്ബിംഗ്, മിസോറി, 2ാം ലോകയുദ്ധ പശ്ചാത്തലത്തിലുള്ള ക്രിസ്റ്റഫർ നോളന്റെ ഡൻകിർക്ക് എന്നിവയാണ് 7ഉം 8ഉം നാമനിർദ്ദേശങ്ങളുമായി തൊട്ടുപിന്നിലുള്ളത്. വംശീയതയെ അവതരിപ്പിക്കുന്ന ചിത്രം ഗെറ്റ് ഔട്ട് ആണ് മറ്റൊരു ശ്രദ്ധേയ ചിത്രം. കറുത്ത വർഗ്ഗക്കാർ മാത്രമാണ് ഈ ചിത്രത്തിൽ വേഷമിടുന്നത്. ജോർദൻ പീലാണ് ഈ ചിത്രത്തിന്റെ സംവിധാനം. പത്രലോകത്തെ കിടമത്സരത്തിന്റെ കഥ പറയുന്ന സ്റ്റീവൻ സ്പിൽബർഗിന്റെ ചിത്രമാണ് ദി പോസ്റ്റ്. ഈ ചിത്രത്തിലെ അഭിനയത്തിന് മെറിൽ സ്ട്രിപ്പിന് 21ാം തവണയും മികച്ച നടിക്കുള്ള നാമനിർദ്ദേശമുണ്ട്. കോൾ മീ ബൈ മൈ നെയിം, ലേഡി ബേർഡ്, ഫാൻഡം ത്രെഡ്, ഡാർക്കസ്റ്റ് അവർ എന്നിവയാണ് മറ്റു ചിത്രങ്ങൾ. ഇന്ത്യൻ സാന്നിധ്യമായ ഓസ്കാർ വേദിയിൽ AR റഹ്മാന്റെ സംഗീത വിരുന്നും പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക്.